ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് വന്നിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രുചിയിലുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. നമുക്ക് സ്പെഷ്യൽ ഡേയ്സിലൊക്കെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ അവർക്കുണ്ടാക്കി കൊടുക്കാനും പറ്റിയൊരു റെസിപ്പിയാണ്. എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് കൂടെ തരിക. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് കൂടെ തരിക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നമുക്ക് ഈ സ്നാക്സ് തയ്യാറാക്കാവുന്നതാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ 2 മാങ്ങ, നല്ല പഴുത്ത മാങ്ങ വേണം എടുക്കാൻ. അത് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പഴുത്ത മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക. അത് തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞ് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളമില്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വരണം. അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കപ്പിൻ്റെ അളവിൽ, ഈ കപ്പിൻ്റെ അളവിൽ 2 കപ്പ് പാൽ, 250 ml കപ്പിൻ്റെ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഗ്ലാസ്സിലാണെങ്കിൽ 2 ഗ്ലാസ് പാലെടുക്കുക. അതിലേക്ക് 4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് മെൽറ്റ് ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് കപ്പില്ലെങ്കിൽ ഗ്ലാസിൻ്റെ അളവിലെടുത്താലും മതി. അതനുസരിച്ച് വേണം. നമുക്ക് റവ ചേർക്കാനുണ്ട്, അതനുസരിച്ച് എടുത്താൽ മതി. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് പാല്. നമുക്കിത് നന്നായിട്ട് തിളച്ച് വരണം. ഇനി അതിലേക്ക് വേണ്ടുന്നത് ഒരു നുള്ളു ഉപ്പ്, 1/4 ടീസ്പൂണോളം വേണമെന്നില്ല. ഈ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് എടുത്ത അളവിന് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ എടുക്കാം. ഇത് വറുത്ത റവയാണിത്. അത് നന്നായിട്ട് ഇതേപോലെ കുറേശ്ശെയായിട്ട് ഇട്ട് കൂടെ ഇളക്കി കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ കട്ട പിടിച്ച് പോകും. അതുകൊണ്ട് അല്പച്ചായിട്ട് ഇട്ട് കുറേശ്ശെ ഇട്ട് ഒരു കൈ കൊണ്ട് ഇട്ടിട്ട് ഇത് ഒരു കൈ കൊണ്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ കട്ട പിടിക്കത്തില്ല. റവയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ടയായി പോവും. നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുത്ത് യോജിപ്പിച്ചെടുക്കാം. വെള്ളമൊക്കെ വലിച്ചെടുത്ത് ഇത് കുറുകി വന്നിട്ടുണ്ട്. കൈവിടാതെ തന്നെ ഇളക്കണം. എൻ്റെ വെള്ളമെല്ലാം വറ്റി ഈ പരുവാകുമ്പോഴത്തേക്ക് നമുക്കിനി ചേർക്കാനുള്ളത് നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ഇത് ചേർത്ത് കൊടുക്കണം. ഈ സമയത്തെല്ലാം ലോ ഫ്ലെയിം ആക്കി ഇട്ട് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇടരുത്. നമ്മൾ റവ ചേർക്കുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് കൂടെ തരിക. ആ ബെൽ ബട്ടണൂടെ പ്രസ് ചെയ്ത് ഞാനിടുന്ന വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. പിന്നെ ഇപ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് ഹൈപ്പ് കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങൾ സപ്പോർട്ട് ഒത്തിരി നന്ദിയുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നതിന് തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത് വെള്ളം നല്ലതായിട്ട് വറ്റി വരുന്നവരെ നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. ഇത് നന്നായിട്ട് മാങ്ങയും റവയും ഒക്കെ യോജിച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വറുത്ത് വേണമെങ്കിൽ, ഞാൻ വറുക്കാതെ ഇട്ട് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് നെയ്യിൽ വറുത്ത് വേണമെങ്കിൽ ചേർക്കാം. ഞാനിത് വറുത്തിട്ടില്ല. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 50 ഗ്രാമോളം നെയ്യ് മൊത്തത്തിൽ ആയിട്ടുണ്ട്. ഈ നെയ്യിലും കൂടെ കിടന്ന് നന്നായിട്ട് ഇത് വെള്ളമൊക്കെ വറ്റി ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവം വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാൻ ഇളക്കി കൊടുത്തെന്ന് തോന്നുന്നു. നമ്മൾ പാനിൽ നിന്നൊക്കെ വിട്ട് വരണം. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് സെറ്റാവും. വളരെ ടേസ്റ്റി ആയിട്ട് വായിട്ട് അലിഞ്ഞു പോകുന്ന തരത്തിലുള്ളൊരു സ്നാക്സാണിത്.
വിരുന്നുകാർക്കൊക്കെ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണിത്. മാങ്ങയൊക്കെ തീരുന്നതിന് മുമ്പ് പെട്ടെന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കിയോളൂ. നല്ല പഴുത്ത മാങ്ങ എടുക്കണമെന്നേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, പാനിൽ നിന്നൊക്കെ വിട്ടു വരുന്ന പരുവമായിട്ടുണ്ട്. നമുക്ക് പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവമായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാനിതൊരു കേക്ക് ടിന്നിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങളെ വീട്ടിലുള്ള സ്റ്റീൽ കുട്ടികൾക്ക് ചോറ് കൊണ്ടുപോകുന്ന പാത്രത്തിലായാലും മതി, ഇതേപോലെ സെറ്റ് ചെയ്തെടുത്താൽ മതി. ഞാൻ ഇതേപോലെ ഒരു കേക്ക് ടിന്നെടുത്ത് അല്പം നെയ്യ് തടവിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യോ എണ്ണയോ തടവിയാലും മതി, അത് നിങ്ങൾ മറക്കരുത്. എന്നാലേ പെട്ടെന്ന് കിട്ടത്തുള്ളൂ. ഞാൻ ചൂടോടെ തന്നെയാണ് ഇതിലോട്ട് ഇട്ട് കൊടുത്തൊന്ന് സെറ്റാക്കാൻ വയ്ക്കുന്നത്. നിങ്ങൾ വീട്ടിലുള്ള സ്റ്റീൽ പാത്രത്തിലായാലും മതി, ഇതേപോലെ സെറ്റ് ചെയ്തെടുത്താൽ മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണിത്. നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇത് ആവിയിലൊന്നും ഇനി വേവിക്കേണ്ട കാര്യമില്ല. ഇതൊന്ന് കുറച്ച് കഴിയുമ്പോൾ തണുക്കുമ്പോൾ നന്നായിട്ട് ഇത് സെറ്റായി വരും. ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇത് ഞാൻ പിന്നെ ഇത് ഫ്രിഡ്ജിൻ്റെ താഴെത്തട്ടിൽ കുറച്ച് പെട്ടെന്ന് തണുക്കാൻ വേണ്ടി അതിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കണമെങ്കിൽ ഇപ്പോൾ റൂം ടെമ്പറേച്ചറിൽ തണുക്കാൻ വെച്ചിരുന്നാലും മതി. ഞാൻ അതിന് ശേഷം എടുത്തതാണിത്. ഫ്രിഡ്ജിൻ്റെ താഴെത്തട്ടിൽ വെച്ച് ഇതേപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളകി വരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. മാങ്ങയും റവയൊക്കെ വെച്ചിട്ടുള്ള. നിങ്ങളെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റാണിത്. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടും. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് കൂടെ തരിക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഹൈപ്പ് എന്ന ഓപ്ഷൻ കൂടെ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഞാൻ കുറച്ച് മാങ്ങ ഇതേപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഇതേപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാങ്ങയും കൂടെയൊക്കെ ഇതുപോലെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇതൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. ഈ മാങ്ങ എന്നും വെക്കേണ്ട ആവശ്യമില്ല. ഞാനിത് ഭംഗിക്ക് വേണ്ടി വെക്കുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ച് പിസ്തയും ബദാമും കൂടെ ചോപ്പ് ചെയ്തെടുത്തതാണിത്. അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇതൊന്നും വേണമെന്നില്ല, അല്ലാതെ തന്നെ കഴിക്കാൻ ടേസ്റ്റാണിത്. ഇന്ന് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. കണ്ടില്ല, നല്ല ഭംഗിയിലും നല്ല ടേസ്റ്റിലും രുചിയിൽ ആയിട്ടുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയ ഒരു സ്നാക്സാണിത്. സ്വീറ്റ് റെസിപ്പിയാണിത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കിതാ ഇതേ ഒരു ചെറിയ പീസ് എടുത്ത് നോക്കാം. നിങ്ങൾക്ക് ബോൾസ് ആക്കിയോ വേറെ ഷേപ്പിലൊക്കെ ആക്കി വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഇതേപോലെ റൗണ്ട് ഷേപ്പ് തന്നെ വേണമെന്നില്ല. ചെറിയ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.